അല്ല സാർ, സാറിന് കഴിക്കാൻ എന്താ പറയേണ്ടത്? എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, വെറുതെ സമയം പാഴാക്കുന്ന എന്തിനാ? ക്യാഷ് തന്നാ ഇപ്പൊ തന്നെ ഞാൻ പോയേക്കാം, അല്ലെങ്കിൽ അധിക സമയം ചെലവഴിക്കുന്നത് ഡേഞ്ചറാ. അങ്ങനെ പറയരുത്. ഇനി നമുക്ക് കാണാനുള്ളതല്ലേ സാർ, ഒരു ജ്യൂസ് എങ്കിലും കുടിക്കണം. ഈ ഗൗതമിന്റെ ഒരു കാര്യം വേറെ എന്തായിരുന്നു സാർ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല, പെട്ടെന്ന് കിട്ടണം. വലിയ തണുപ്പും വേണ്ട, എന്നാ വലിയ ചൂടും വേണ്ട. അതാവുമ്പോ പെട്ടെന്ന് കുടിക്കാലോ, അല്ലേ ഗൗതം? അത് ശരിയാ. അതെ, എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസ് എടുത്തോ, അതാ എനിക്കിഷ്ടം. ആഹാ, സാറിന് പൈനാപ്പിൾ ജ്യൂസ് ആണോ ഇഷ്ടം? അതായിരിക്കും സാറിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. സാറിന് പൈനാപ്പിൾ വേണോ ഓറഞ്ച് വേണോ? ഓ, എന്തെങ്കിലും എടുത്തോണ്ട് വാ, വേഗം ചെല്ല്. അല്ല, ആ റിപ്പോർട്ടിന് വേണ്ടി 5 പൈസ ചെലവാക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പെട്ടെന്നൊരു മനംമാറ്റം? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വാശി പിടിച്ചിട്ട് എന്താ സാർ പ്രയോജനം? ഇതിപ്പോ ഒരു 2 കോടിയല്ലേ ഉള്ളൂ. സാറിനിപ്പോ ഒരു 2 കോടി കൈക്കൂലി തന്നിട്ടായാലും എനിക്ക് സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടുമല്ലോ. അതല്ലേ എനിക്ക് മുഖ്യം. കൈക്കൂലി എന്ന വാക്ക് ഉപയോഗിക്കല്ലേ ഗൗതം, പ്രോഫിറ്റ് ഷെയർ അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അതുപോട്ടെ, ആ ക്യാഷ് ഒന്നെടുത്ത് കണ്ട് എനിക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാ. ധൃതി കാണിക്കില്ലേ സാർ, ആ ജ്യൂസ് ഒന്ന് വന്നോട്ടെ, അത് കുടിച്ചിട്ട് നമുക്ക് ഇടപാടിലേക്ക് കിടക്കാം. എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? പോയെ പോയെ പോയെ. സോറി സാർ. ജ്യൂസ് കുടിച്ചു, ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ സാർ. സാറിന് 2 കോടി രൂപ. ഈ പെട്ടിയിൽ എന്റെ സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ടിന് വേണ്ടി സാർ ആവശ്യപ്പെട്ട 2 കോടി രൂപയുണ്ട്. ശരി ശരി, വേഗം തുറക്കും, ഞാൻ ഒന്ന് കാണട്ടെ.